ഞാൻ അതുപോലെ അരി ഇവിടെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കാനായിട്ട് അരി ഇത് അടുപ്പത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ കടല അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അരി ഞാൻ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിരുന്ന് അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ മസാലയൊക്കെ ചേർത്ത് താളിച്ചെടുക്കാം. ഈ അടുപ്പത്തേക്ക് അവിയലിൻ്റെ പച്ചക്കറി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്ത് ഇതിലേക്ക് മീനും കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാപ്പി ഇതാണ്: കടലക്കറി, ഗോതമ്പ് പുട്ട്, കട്ടൻ കാപ്പി, പപ്പടമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാപ്പി. ഉച്ച ഊണിന് പഴുത്ത മാങ്ങ വെച്ചിട്ട് പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അത് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ സ്റ്റൗ ഇവിടെ ഓണാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കത് അടക്കി കൊടുക്കാം. നമ്മുടെ മാങ്ങ ഇവിടെ തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഇടാം. മാങ്ങ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം. ഇപ്പം ഒന്ന് ചൂടായിട്ട് വെക്കാം. തിളക്കണ്ട, ചൂടായാൽ മതി. ഇപ്പം നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ആക്കാം. അപ്പോൾ അരപ്പം ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പം ഞാൻ സ്റ്റൗ എത്തിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കാം പുളിശ്ശേരിക്ക്. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ആ കടുക് പൊട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്ക് പുളിശ്ശേരിയിലോട്ട് ഒഴിക്കാം. ഇതിലേക്കൊരു മുട്ട പൊരിക്കാനൊരു പാത്രം വെച്ചെടുക്കാം. പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണ് ഇതൊക്കെയാണ്: അവിയൽ, മാമ്പഴം പുളിശ്ശേരി, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.